surprise from Dunya Vijay sir itself. That's what, oh my God, never expected that kind of a call from Dunya Vijay sir. ನಿನ್ ಪರ್ಸನೆಟ್ ಎಲ್ಲ ನಾನ್ ನೋಡಕ್ಕಾಗಲ್ಲಪ್ಪ, ಅದು ಬ್ಯಾಡ್ ಮ್ಯಾನರ್. Welcome to Chunk Stop. So let's react to the fourth song from Dunya Vijay sir's Bhima movie. We reacted last time. Don't worry, baby. That song it is, because we were getting like, you know, the vibe of that mix of Kannada plus English. That is what. Kanglish. Last time we told also Kanglish, and not only Don't Worry Baby Chinnamma, അതിന് മുന്നേയുള്ള സോങ്സും നമ്മുടെ ബാഡ് ബോയ് സോങ് ആയാലും അല്ലെങ്കിൽ ഐ ലവ് യു കണയാലും എവറിത്തിങ് ഇസ് ലൈക്ക് ദാറ്റ്. എസ്പെഷ്യലി ആ ഒരു ഫസ്റ്റ് സോങ് ലൈക്ക് എന്തായിരുന്നു, ബാഡ് ബോയ് സോങ് ആണ് നമ്മൾക്ക് ആ ഒരു ഇംപ്രഷൻ തന്നത്. ഈ ഒരു മൂവിയിൽ ഇംപ്രഷൻ തന്നത് അത് തന്നെയായിരുന്നു. കാരണം ആ ഒരു ലോക്കൽ സംഭവങ്ങളൊക്കെ ആ ഒരു വൈബ് കാണിച്ചു. ആൻഡ് സെക്കൻഡ് വാസ് ലൈക്ക് ഐ ലവ് യു കണ്ണേ, ദാറ്റ് വാസ് വിഷ്വലി വെരി ഫാന്റാസ്റ്റിക്. ആൻഡ് മൂന്നാമത്തെ ആണെങ്കിൽ അഗെയിൻ ആ ഒരു ഫസ്റ്റത്തെ ഒരു വൈബ് ആയിരുന്നു. സോ ദിസ് വൺ വിച്ച് വുഡ് ബി ഐ ആം വെയിറ്റിംഗ് ഫോർ, ബിക്കോസ് ദ നെയിം ഇറ്റ്സെൽഫ് ഇസ് ബൂം ബൂം Bengaluru. So obviously it's going to be that Bengaluru vibe again. Boom boom, that boom effect are we going to get? And last time നമുക്കൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. We got a surprise from Dunya Vijay sir itself. That's what, oh my God, never expected that kind of a call from Dunya Vijay sir. കാരണം നമ്മള് this is the first time we are talking with a celebrity. അത് എത്രയും നാളായിട്ട് നമ്മൾ ചാനൽ തുടങ്ങിയിട്ടാണെന്നുണ്ടെങ്കിലും in our life we haven't talked with any. അപ്പൊ അങ്ങനെ ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു super excited. അതായിരുന്നു സംഭവം, because it's calling from Sandalwood Salaga star അല്ലേ, അതാണ് സംഭവം. And also like ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് I'll never forget. കാരണം അദ്ദേഹം എന്ന് പറഞ്ഞാൽ he was very polished, because I watched this which movie like that, Veerasimha Reddy. That is the movie. I haven't watched any of his other movies. പക്ഷെ കുറെ അധികം കേട്ടിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റിയിട്ട്. പക്ഷെ അതിലെന്ന് പറയുന്ന ഒരു വില്ലൻ ഷെയ്ഡ്, സോ ദാറ്റ് ഷെയ്ഡ് ഐ ഹാഡ് ഇൻ മൈ മൈൻഡ്. പക്ഷെ അദ്ദേഹം എന്ന് പറയുന്നത് ഭയങ്കര പൊളൈറ്റ് ആണ്. സംസാരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു നമ്മളുടെ ഒരു വി ആർ ടോക്കിംഗ് ടു അവർ റിലേറ്റീവ് അല്ലെങ്കിൽ ഒരു ഫാമിലിയിലുള്ള ഒരാളോട് സംസാരിക്കുന്ന ഒരു ഫീൽ ആയിരുന്നു കിട്ടിയിരുന്നത്. സോ ആഫ്റ്റർ ദ കോൾ ഐ വാസ് ടെല്ലിങ് ഹിം ദാറ്റ് ഓൺലി, ലൈക്ക് എക്സാക്ട്ലി ഐ വാസ് ഗെറ്റിംഗ് വൈബ് ഓഫ് ദാറ്റ്. പക്ഷെ എന്റെ മനസ്സിലുള്ളതെന്ന് വെച്ചാൽ വീരസിംഹ ആ ഒരു ടെറർ ലുക്കിലുള്ള സംഭവമായിരുന്നുണ്ട്. ലാസ്റ്റ് ടൈം അദ്ദേഹം പറയുകയും ചെയ്തത് ഈ ഒരു മൂവി എന്ന് പറയുന്നത് ഭീമ കംപ്ലീറ്റ്ലി ബാംഗ്ലൂരു ബേസ് ചെയ്തിട്ട് തന്നെയാണ്. ആ ഒരു ഡ്രഗ്സിന്റെ സംഭവങ്ങളൊക്കെ അതിന്റെ ഓപ്പോസിറ്റ്, അതായത് അതിനെതിരെ സംഭവങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. സോ ഈസ് ഡൂയിങ് ഫാന്റാസ്റ്റിക്കലി സോ മെനി തിങ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇറ്റ്സ് ഗെറ്റിംഗ് ഒരു ഡിലേ വരാൻ കാരണം. നമ്മുടെ ഫസ്റ്റ് സോങ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബീൻ ലോങ് ഡേയ്സ് ഓർ മന്ത്സ് ബിഫോർ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇറ്റ്സ് ആക്ച്വലി ഈസ് ടേക്കിംഗ് ടൈം ടു ഡു ഇറ്റ് ടു മേക്ക് ഇറ്റ് പെർഫെക്റ്റ്. And last time we got a call from the set itself. അല്ലേ, സെറ്റിൽ തന്നെയായിരുന്നു. സോ ദാറ്റ് വാസ് ലൈക്ക് എ ഡബിൾ ത്രിൽ മൊമെന്റ് ആയിരുന്നു നമ്മൾക്ക് ഉണ്ടായിരുന്നത്. സോ ലെറ്റ്സ് റിയാക്ട് ടു ദ ഫോർത്ത് സോങ് ഫ്രം ഭീമ മൂവി, ബൂം ബൂം ബംഗളൂരു. റെഡി? യെസ്. ചരൺ രാജ് മ്യൂസിക്. നമ്മൾ റീസെന്റ് ചെയ്തത് ചരൺ രാജ്, അവനെ ശ്രീമന്നാരായണ, ചരൺ രാജ് ആൻഡ് അജനീഷ് ലോകൻ. ഓക്കെ ഓക്കെ. ಮಕ್ಷಿ, ಪಿಳಂಕ, ತಾರ, ರೇಕ್ದಾರ್ ಇದೆಲ್ಲ ಟೂರ್ನಮೆಂಟ್ ಆಡೋ ಹಕ್ಕಿಗಳು. ಆಡದಿರೋ ಹಕ್ಕಿ ಇದೆ, ಜಂಗ್ಲಿ. It's a vibe one. It's a vibe song. That's a folk song. Oh,
സിംഗേഴ്സ് അതെ ആക്ച്വലി. ನಮ್ ಡ್ಯಾಡಿ ಹತ್ರ ಎಲ್ಲ ಮಾತಾಡಿದೀನಿ. ಏನ್ ಮಾಡ್ಕೊಂಡಿದ್ಯಾ? ಏಯ್ ನಿನ್ ಫಸ್ಟ್ ನೈಟ್ ಎಲ್ಲ ನಾನ್ ನೋಡಕ್ಕಾಗಲ್ಲಪ್ಪ, ಅದು ಬ್ಯಾಡ್ ಮ್ಯಾನರ್. ನಾ ತಂದಿರ ದೊಡ್ಡ ಸಟಿ ಹಕ್ಕ ಬಲ್ಲೆಯ ಇಂಗ್ಲಿಷ್ ಮೀಡಿಯಂ ಬಾರೋ, ನಂದೇ ಕನ್ನಡ ಸ್ಟೇಡಿಯಂ. My God. ಬಾರೋ Baro? ನಮ್ಮ ಕನ್ನಡ ಸ್ಟೇಡಿಯಂ. See, exactly that. I was expecting like, okay, ആ ഒരു ഫസ്റ്റ് വൈബ് തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. പക്ഷെ ദിസ് ഇസ് ലൈക്ക് ഒരു ബൂസിംഗ് വൈബ്, റൈറ്റ്? ആൻഡ് ദിസ് കുറച്ചും കൂടി നാടനാക്കി അല്ലെ, എക്സ്ട്രീം ലോക്കൽ എന്നുള്ള രീതിയിലായിരുന്നു. കാരണം എക്സ്ട്രീം ലോക്കൽ പ്ലസ് ബോത്ത് ഉണ്ട്, അതായത് മോഡേൺ മിക്സ് ഓഫ് ബോത്ത്. അതാണ് കാണിച്ചത് ആക്ച്വലി. കാരണം എന്താ വെച്ചാൽ ഒരു ഫുൾ ഒരു വൈബ് അഗെയിൻ ദാറ്റ്, ആ ഒരു വൈബ് ഉണ്ടാവും. പക്ഷെ വൈബിനേക്കാളും കൂടുതൽ അതായത് ബൂം ബൂം എഫക്ട് തന്നെയാണ് ശരിക്കും കിട്ടുന്നത്. ബിക്കോസ് ആ ഒരു ബാംഗ്ലൂരിന്റെ വേറെ I feel it's going to show all the sides of all the characters of Bengaluru. All perspective, all view. അല്ല എല്ലാം കൂടി കാണിക്കുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നുണ്ട്. And singers നെ കണ്ടായിരുന്നോ? ലൈക്ക് ഇവിടെയുള്ള ആൾക്കാർ തന്നെയാണോ ലൈക്ക് പാടിയിരിക്കുന്നത് എന്നുള്ളത്? അതായത് നമ്മൾ പറയില്ലേ ലൈക്ക്, ബിക്കോസ് ദ ടോൺ ഓഫ് അല്ലെങ്കിൽ ആ ഒരു കോറസ് സംഭവം എന്ന് പറയുന്നത് കുറച്ചും കൂടി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് വാട്ട് എനിക്ക് തോന്നുന്നത്. കാരണം കുറെ അധികം സിംഗേഴ്സിന്റെ പേര് ഇവിടെ കൊടുത്ത് കണ്ടു. ചരൺ രാജ് ഇസ് ഓൾവേസ് ലൈക്ക് ദാറ്റ്. ചരൺ രാജ് കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ട് എപ്പോഴും എടുക്കാൻ നോക്കും. സോ മേ ബി ഈ ഒരു സോങ്ങിന് കുറച്ചും കൂടി ആ ഒരു വോയിസ് ആയിരിക്കും മാച്ച് ആവുന്നത്. സോ ഹി ഹാസ് ടേക്കൺ ലൈക്ക് ദാറ്റ്. ബിക്കോസ് ഇറ്റ്സ് ഒരു ഫോക്ക് വൈബും ആ ഒരു സ്ലാങ്ങും അങ്ങനെ തന്നെയാണ്. അതായത് നമുക്ക് പെട്ടെന്ന് പിടികിട്ടാത്ത സ്ലാങ് ആണ്. കാരണം നമ്മൾ കഴിഞ്ഞ സോങ്ങിലൊക്കെ വിൽ ബി ഗെറ്റിംഗ് ദ ആ ഒരു സ്ലോ. കാരണം എന്ന് വെച്ചാൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ലൈക്ക് കന്നഡ ഈവൻ ഇഫ് ഇറ്റ് ഇസ് ലിറ്റിൽ സ്ലോ. പക്ഷെ ഫാസ്റ്റിൽ എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് കിട്ടില്ല. ബിക്കോസ് അത് മലയാളം സോങ് വന്നാലും അങ്ങനെ തന്നെയാണ്. ഫാസ്റ്റിൽ ചിലപ്പോ സ്ലോയിൽ വരുന്ന സമയത്ത് യു പീപ്പിൾ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ചിലപ്പോ. പക്ഷെ അത് മലയാളികൾക്ക് പക്ക അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിലെന്ന് പറയുന്ന ആ ഒരു സംഭവം ഉള്ളത്. അപ്പോ മെയിൻ ഒരു സംഭവം എടുത്തു പറയട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് തിയേറ്ററിൽ തരാൻ പോകുന്ന എക്സ്പീരിയൻസ്, that's going to be like, oh my god, that movie effect. And ഇതുവരെ കേട്ട ഓരോ സോങ്സിനും തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് ആണ്. കാരണം ആ ഒരു സാധനം ഉണ്ട് സോങ്ങിന്റെ അകത്ത് അല്ലെ. ഓരോ സോങ്ങിനും ആ ഒരു വൈബ് വല്ലാണ്ട്, പ്രത്യേകിച്ച് സറൗണ്ടിങ്സിൽ അങ്ങനെ കേൾക്കുന്ന സമയത്ത് ഒരു രക്ഷ ഉണ്ടാവില്ല. ആൻഡ് ദുനിയ വിജയ് സാറിന്റെ ആ ഒരു വോയിസ് എഫക്ട് സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു ഡയലോഗ് കൂടി തുടങ്ങിയിട്ട് ഡയലോഗ് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നു. അതെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു ഡയലോഗ് പറയുമ്പോൾ നല്ലൊരു പാസി എഫക്ട് ഉണ്ട്. അത് കഴിഞ്ഞ് എൻഡിലോട്ട് വരുമ്പോഴും ആ ഒരു സാധനം അടിപൊളിയായിരുന്നു. അത് ഇംഗ്ലീഷ് മീഡിയക്കാരെ നമ്മ കന്നഡ സ്റ്റേഡിയം, ആ ഒരു സംഭവം നല്ല രസമുണ്ടായിരുന്നു. ഒരു രക്ഷയില്ല. എന്തായാലും വെയിറ്റിംഗ് ഫോർ ദ മൂവി. I feel one more song is about to come shortly എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും മൂവി is going to that's what the movie is going to release on 9th August. അപ്പൊ എന്തായാലും വെയിറ്റിംഗ് ഫോർ ഇറ്റ്. അപ്പൊ ഇവിടെ അവൈലബിൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി വിൽ ഗോ ആൻഡ് വാച്ച്. നിയർ ബൈ ഉണ്ടാവണം, അത് വേറൊരു സംഭവമാണ്. അപ്പൊ എന്തായാലും ഷെയർ യുവർ ഒപ്പീനിയൻ അബൌട്ട് ദിസ് സോങ്. വിൽ സീ അനദർ വീഡിയോ. Bye bye.